ഇന്നിപ്പോ സഭയിൽ മന്ത്രി എം പി രാജേഷ് തുടക്കത്തിലേ പറഞ്ഞതാണ്, പോറ്റി ആരെയൊക്കെ കണ്ടോ അവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. കോൺഗ്രസിനോടാണ് പറയുന്നത്. കോൺഗ്രസിനോട് ഇത് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അങ്ങനെ ഒരു നിലപാടോ അറിവോ സർക്കാരിനോ CPM-നോ ഉണ്ടോ? അത് ഉത്തരം പറ. അത് പോറ്റി മാത്രമല്ല, പോറ്റിയോടൊപ്പം കട്ട സ്വർണം വാങ്ങിയ ഗോവർദ്ധന് ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടുകയോ ബ്രേസ്ലെറ്റ് കെട്ടുകയോ ഒരു മാറ്റവും ഇല്ലല്ലോ, ഉപഹാരം കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് ഈ മോഷണത്തിന് മുമ്പാണോ പിമ്പാണോ തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടാവും. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അതുകൊണ്ട് അന്വേഷണം ഏതെല്ലാം വഴിക്ക് പോകണമെന്നോ പോകണ്ടെന്നോ പറയാൻ നമ്മളാളല്ല. ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്നിട്ട് ഒന്ന്, പോറ്റിയെ കയറ്റിയത് ആരപ്പ? ഇതാണല്ലോ ചോദ്യം. പാരടിപ്പാട്ട് പാടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ശബരിമലയെ ദുരുപയോഗിക്കാൻ ശ്രമിച്ച UDF കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. യഥാർത്ഥത്തിൽ ആ ചോദ്യം ഒളിച്ചു നിന്ന് പാട്ട് പാടുക, പാരടിപ്പാട്ട് പാടുക എന്നതിനപ്പുറം നിയമസഭയിൽ വന്ന് നേരെ പറയാൻ ധൈര്യമുണ്ടായില്ല. നിയമസഭയിൽ വന്നിട്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക, പോറ്റിയെ കയറ്റിയത് ആരപ്പ. അപ്പോൾ കൃത്യമായി രേഖകൾ വെച്ചുള്ള മറുപടി കിട്ടും. 2004 ആലപ്പുഴക്കാരനായ ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് തന്ത്രി ഇദ്ദേഹത്തെ ശബരിമലയിൽ പ്രതിഷ്ഠിക്കുന്നത്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാരാണ്? വേണുഗോപാലാണ്, KC വേണുഗോപാലാണ്. അപ്പോൾ ശബരിമലയിലെ ഈ കാര്യങ്ങളിൽ ദേവസ്വം മന്ത്രിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, മന്ത്രി അറിയണം എന്ന സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ, ആ സിദ്ധാന്തം ഇടതുപക്ഷത്തിന് ബാധകമാണെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് KC വേണുഗോപാലിനാണ്. ആ സിദ്ധാന്തം ഞങ്ങൾക്കില്ല. ഭയങ്കരം തന്നെ. KC വേണുഗോപാൽ അതുകൊണ്ട് ഉത്തരവാദിയാണ് 2004 തന്ത്രി കൊണ്ട് പോറ്റിയെ സ്ഥാപിച്ചതിന് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. പക്ഷെ ഇപ്പുറത്ത് വാദിച്ചാൽ തിരിച്ചു കിട്ടും. രാഷ്ട്രീയം കളിക്കാൻ വന്നാൽ ശരിക്ക് രാഷ്ട്രീയം തന്നെ തിരിച്ചു പറയും. ശബരിമല രാഷ്ട്രീയ കളിയുടെ അവസരമല്ല ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ. 2007 ഈ പോറ്റി ശബരിമലയുടെ ശ്രീകോവിലിനകത്ത് കയറിപ്പോൾ ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? G. രാമൻ നായർ. കോൺഗ്രസ്സുകാർക്ക് വേണം ബാധിക്കാം, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് കാലുമാറിപ്പോയി, ഞങ്ങളുടെ മുന്നേ ഗമിച്ച ഗോവാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് പോറ്റി ആരെയെല്ലാം കണ്ടോ അവരെല്ലാം ചോദ്യം ചെയ്യേണ്ടി വരും എന്നത് MP രാജേഷ് സർക്കാർ പ്രതിനിധിയായി നിയമസഭയിൽ പറയുകയാണ്. ഞാൻ അതേക്കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെ അറിവ് സർക്കാരിനുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം CPM-നോ സർക്കാരിനോ ഉണ്ടോ? അവിടെ ഒരു കാര്യം കൂടെ വ്യക്തമാണ്. 2019 ഹൈക്കോടതി ഉണ്ട്. ഇവിടെ ഹൈക്കോടതി ഇപ്പോൾ തുടങ്ങിയതല്ല. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ടായോ? 1948 തന്നെ ഹിന്ദു മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം ഹൈക്കോടതിക്ക് എന്ത് അധികാരം കൊടുത്തത്? എങ്ങനെ ദേവസ്വം ബെഞ്ച് ഉണ്ടായി? ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, നിയമപ്രകാരം ഉണ്ടായതാണ്. ആ ദേവസ്വം ബെഞ്ചിന്റെ ചുമതല എന്താണ്? ഹൈക്കോടതിയുടെ ഓഡിറ്റ് അല്ല, ദേവസ്വത്തിന്റെ ഓഡിറ്റ്. കേരള സർക്കാരിന് ദേവസ്വത്തെ ഓഡിറ്റ് ചെയ്യാൻ അധികാരമുണ്ടോ? കേരള സർക്കാരിന് ദേവസ്വം ചുമതലയുണ്ടോ? ഞാൻ ചോദ്യത്തിലേക്കല്ലേ പറയുന്നത്. ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? നിയമപരമായ കാര്യമാണ്. നിയമപരമായ കാര്യത്തിൽ എൻ്റെ ഉത്തരം എന്താണ്? ഈ ദേവസ്വം ബെഞ്ചിന് മുമ്പുള്ള ദേവസ്വം ബെഞ്ചിന്റെ കാലത്താണ് ഇപ്രകാരം ഉണ്ടായത്. ആ ദേവസ്വം ബെഞ്ച് അവിടെ നിയമിച്ചിട്ടുള്ള ഒരു അഭിഭാഷക കമ്മീഷനുണ്ട്, ശ്രീ കുറുപ്പ്. അദ്ദേഹം ഈ പോറ്റിക്ക് എന്തെങ്കിലും വിശേഷാൽ ചുമതല കൊടുത്തിരുന്നോ? നമുക്ക് പരിശോധിക്കാം. അതൊന്നും അല്ല എന്റെ ചോദ്യം. പോറ്റി ആരെയൊക്കെ കണ്ടോ അവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. പോറ്റി ആരെയൊക്കെ കണ്ടു? എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി? 10 ജനപഥത്തിലെത്തി. അപ്പൊ പോറ്റി കണ്ടവരിൽ സോണിയാഗാന്ധിയുണ്ട്. സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം പോകേണ്ടി വരും എന്ന് തന്നെയാണ് MP രാജേഷ് പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഒന്നുകിൽ സർക്കാരിന് പ്രീ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്, മുൻകൂട്ടി കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് സർക്കാരിനുണ്ടോ? ഇക്കാര്യത്തിലെ നിലപാടാണ് ചോദിക്കുന്നത്. താങ്കൾ അതിലേക്കേ അല്ല വരുന്നത്. കൃത്യമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സംശയകരമായ സാഹചര്യം എന്ന് പറയുന്നത് പോറ്റി മാത്രമല്ല, സ്വർണം വാങ്ങിച്ച ഗോവർദ്ധൻ ഉൾപ്പെടെ എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി? എന്തുപകാരം കൊടുത്തു? അത് മോഷണത്തിന് മുമ്പാണോ പിമ്പാണോ? ഇതൊക്കെ ആർക്കായി നാട്ടിൽ സംശയം ഇല്ലാത്തത്? ശരി, അതെ, നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഗൂഢാലോചനയാണ് കേസ്. ഗൂഢാലോചന 2 പ്രതികളുണ്ട്. ആ ഗൂഢാലോചനയിലെ 2 പ്രതികളിൽ ഒരാൾ സ്വർണം കട്ടു, മറ്റൊരാൾ സ്വർണം
കട്ട സ്വർണം വാങ്ങിച്ചു. ഈ രണ്ട് കള്ളന്മാരുടെ നടുവിൽ സോണിയാഗാന്ധി വന്നിരിക്കുന്നു. അപ്പൊ ഗൂഢാലോചന എവിടുന്ന് ആരംഭിച്ചു? എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് SIT ഈ മാസങ്ങൾ പിന്നിട്ടിട്ടും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ഒരു രണ്ട് സ്റ്റെപ്പ് വെക്കാത്തത് ശ്രീ അനിൽകുമാർ? അതെ, SITയുടെ ഓരോ ചുവടും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടല്ല. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ അയ്യപ്പദാസ് വേറെ വഴിക്ക് പോയത്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു സാധാരണ ക്രിമിനൽ കേസിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയുടെ കാര്യത്തിൽ ദേവസ്വം ബെഞ്ച് പ്രത്യേക അധികാരം ഉപയോഗിക്കുന്നത്? അല്ലല്ല, അതൊന്നല്ല ചോദ്യം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇപ്പൊ സർക്കാർ തന്നെ പറയാണ് പോറ്റിയെ കണ്ടവരല്ല. അപ്പൊ പോറ്റിയെ കണ്ട അടൂർ പ്രകാശിനെ കുറിച്ച് ഇത്ര പേടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. സർക്കാർ കോൺഗ്രസിനെ VD സതീശനെ MP രാജേഷ് പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് 10 ജൻപത്തിലേക്ക് വിരൽ ചൂണ്ടിയാണ്. എന്റെ ചോദ്യം 10 ജൻപതിലേക്ക് SIT പോകുന്നില്ലല്ലോ. അപ്പൊ എന്താ, SITയുടെ കാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണോ? SIT കോൺഗ്രസിനെ രക്ഷിക്കുകയാണോ? അതെ, അങ്ങനെയാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുകയാണ്. ഇപ്പൊ തന്നെ അയ്യപ്പദാസ് പറഞ്ഞല്ലോ, സ്വർണം പോയത് എവിടേക്ക്? അത് 10 ജൻപതിലേക്ക് പോയോ? കയ്യെ കെട്ടിക്കൊടുത്തോ? അത് തന്നെയാണോ? ഇതൊക്കെ അന്വേഷിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അന്വേഷിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം? നമ്മുടെ അറിവിൽ അങ്ങനെ അന്വേഷണമേ ഇല്ല സാർ. അല്ല, ചോദ്യം അത്രയൊക്കെ നിഗമനത്തിലെത്തുന്ന നമ്മുടെ മന്ത്രിക്ക് ഫ്ലോർ ഓഫ് ദി ഹൗസിൽ എങ്ങനെ പറയാൻ പറ്റുന്നു പോറ്റിയെ കണ്ട എല്ലാവരിലേക്കും അന്വേഷണം എത്തുമെന്ന്? അങ്ങനെ പറയുന്നതിൽ ഒരു യുക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ SIT അങ്ങോട്ട് പോകാത്തത്? LDFന്റെ കാലത്ത് കോടതി നിയോഗിച്ച LDFന്റെ സർക്കാരിന് കീഴിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ SIT കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുകയാണോ? അതെ, അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്? SITയുടെ മേലെ അവരെ വഴിതെറ്റിക്കാൻ ആദ്യം ഇറങ്ങി തിരിച്ചത് കോൺഗ്രസ് ആണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം പോകുന്നത് തടയാൻ ആദ്യം ഒരു കെട്ടുകഥ ഉണ്ടാക്കിയത് VD സതീശൻ. രണ്ടാമതോ, അത് അന്താരാഷ്ട്ര കമ്പോളത്തിൽ വലിയ ഇതിന് വിറ്റുകൊടുത്തിരിക്കുന്നു. ശരി, എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആരാ കഥ ഉണ്ടാക്കിയത്? എന്നിട്ട് ഡിണ്ടിഗലിൽ മണിയെ തപ്പിപ്പോയത് രമേശ് ചെന്നിത്തല. അപ്പൊ സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം എത്തുന്ന തടയാൻ വേണ്ടി കോൺഗ്രസ് പഠിച്ച പണി 18 നോക്കി. ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി ഇപ്പതാ SIT ശാന്തമായി അന്വേഷിക്കുകയാണ്. അന്വേഷിക്കട്ടെ, അന്വേഷിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടെത്തട്ടെ. അതിൽ എവിടെയെങ്കിലും ഒരു സൂചനയുണ്ടോ സാർ? എവിടെയെങ്കിലും ഒരു സൂചനയുണ്ടോ സോണിയാഗാന്ധിയെ SIT ചോദ്യം ചെയ്യുമെന്ന്? ഇപ്പൊ നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് തടഞ്ഞു എന്നാ. അപ്പൊ കോൺഗ്രസ് SITയെ തടഞ്ഞു എന്നാണ് രാഷ്ട്രീയ ആക്ഷേപമാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് താങ്കൾ. ഇപ്പൊ നോക്കൂ, എവിടെയാണ് നമ്മുടെ മുന്നിൽ എവിടെയെങ്കിലും ഒരു സൂചന SITയിലെ ഈ സോണിയയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരന്തരമായ ഉത്തരവുകളിൽ എവിടെയെങ്കിലും ഒരു സൂചന ഇത് 10 ജൻപത്തിലേക്ക് പോകേണ്ടതാണെന്ന് പറഞ്ഞിട്ടില്ല. അയ്യപ്പദാസ് തന്നെ ഇപ്പൊ സൂചന പറഞ്ഞത്. കട്ട സ്വർണം കണ്ടെത്തിയോ? ചോദ്യം. ഈ ചോദ്യത്തിന് ആരാ ഉത്തരം പറയേണ്ടത്? SIT, CPM അല്ല. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തത പറയാം. CPMന്റെ ഒരു സഖാവ് പോലും, ഇതിലെ ഏതെങ്കിലും ജയിലിൽ കിടക്കുന്ന വ്യക്തിയടക്കം ഒരാൾ പോലും ഒരു തരി സ്വർണം കട്ടതായി ഇതുവരെ ഒരു തെളിവില്ല. ആണോ? ഭയങ്കര. SITയുടെയോ ഹൈക്കോടതിയുടെയോ ഏതെങ്കിലും ഒരു പേപ്പറിനകത്ത് സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടുന്ന പാട്ടിന് തക്കവണ്ണം ഒരു തെളിവില്ല എന്ന് മാത്രമല്ല, എന്തോ എങ്ങനെ ഞങ്ങൾ കളങ്കിതരല്ല എന്നാണ് ഇതുവരെയുള്ള എല്ലാ വസ്തുതയും. ഓക്കെ, ഈ തെളിവില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊന്നും അറിയില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.